ഹായ് കൂട്ടുകാരെ, ഇനി മുതൽ ക്രിസ്മസ് അവധിയാണല്ലോ. അതുകൊണ്ട് ഓൺലൈൻ ക്ലാസ്സിനും അവധി തന്നെ. നമുക്ക് ക്രിസ്മസുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രവർത്തനങ്ങൾ മലയാളത്തിൽ ചെയ്യേണ്ടതുണ്ട്. നിങ്ങളെല്ലാവരും പ്രവർത്തനങ്ങൾ ചെയ്ത് ടീച്ചർക്ക് അയക്കണം. ആദ്യമായി ടീച്ചർ ഒരു കഥ പറയാം. ക്രിസ്മസ് മരത്തിൻ്റെ കഥ. പണ്ട് പണ്ട് പഞ്ചവടി താഴ്വരയിൽ 3 മരങ്ങളുണ്ടായിരുന്നു. ചന്ദനമരം, ഒലിവ് മരം, ലൂവി മരം. ചന്ദനമരവും ഒലിവ് മരവും വലിയ അഹങ്കാരികളായിരുന്നു. എന്നാൽ ലൂവി മരം പാവമായിരുന്നു. എൻ്റെ തടി നല്ല വിലപിടിപ്പുള്ളതാ. എന്നെ എല്ലാ ആളുകൾക്കും വലിയ ഇഷ്ടമാണ്. എൻ്റെ കായ മനുഷ്യർ ഔഷധത്തിനും മറ്റും ഉപയോഗിക്കും. എന്നെയാ ആളുകൾക്ക് കൂടുതൽ ഇഷ്ടം. രണ്ടുപേരും എപ്പോഴും വഴക്കടിക്കും. ഇതെല്ലാം കേട്ട് പാവം ലൂയി മരം ഒന്നും മിണ്ടാതെ നിൽക്കും. അങ്ങനെ ക്രിസ്മസ് വന്നെത്താറായി. സാന്താക്ലോസ് അപ്പൂപ്പൻ എൻ്റെ അടുത്തേക്കാ ആദ്യം വരിക, ചന്ദനമരം പറഞ്ഞു. അയ്യടാ, എന്നെയാ അപ്പൂപ്പന് കൂടുതൽ ഇഷ്ടം. ആദ്യം എൻ്റെ അടുത്തേക്കാ വരിക, ഒലിവ് മരം പറഞ്ഞു. എല്ലാവരും സാന്താക്ലോസിനെ വരവേൽക്കാൻ കാത്തിരുന്നു. അപ്പൂപ്പ അപ്പൂപ്പ, ഞാൻ എത്ര സമയമായി കാത്തിരിക്കുന്നു. ഇങ്ങോട്ട് വരൂ അപ്പൂപ്പ, ചന്ദനമരം പറഞ്ഞു. സാന്താക്ലോസ് അപ്പൂപ്പ, ഇവിടേക്ക് വരൂ, എനിക്ക് അപ്പൂപ്പനെ കാണാൻ കൊതിയാവുന്നു, ഒലിവ് മരം പറഞ്ഞു. ഇതൊന്നും കേൾക്കാതെ സാന്താക്ലോസ് അപ്പൂപ്പൻ നേരെ ലൂവി മരത്തിൻ്റെ അടുത്തേക്ക് പോയി. തൻ്റെ സഞ്ചിയിൽ നിന്നും കുറേ പൂക്കൾ ലൂവി മരത്തിൻ്റെ മുകളിലേക്ക് വാരി വിതറി. ചന്ദനമരവും ഒലിവ് മരവും നാണിച്ചു തല താഴ്ത്തി. അന്ന് മുതലാണ് ലൂവി മരം ക്രിസ്മസ് മരമായി മാറിയത്. കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്മസ് മരം ഇഷ്ടമല്ലേ? എങ്കിൽ ആദ്യത്തെ പ്രവർത്തനം ചിത്രം വരക്കാം, നിറം നൽകാം. എല്ലാവരും നല്ലൊരു ക്രിസ്മസ് വരച്ച് അതിന് മനോഹരമായി നിറം നൽകി മോടി കൂട്ടണം. ഇനി നമുക്കൊരു പദസൂര്യൻ തയ്യാറാക്കിയാലോ? ക്രിസ്മസുമായി ബന്ധപ്പെട്ട പദങ്ങൾ ചേർത്തുകൊണ്ട് ഒരു പദസൂര്യൻ നിർമ്മിക്കണം. അതിനുശേഷം ഈ വാക്കുകളെല്ലാം ചേർത്ത് ക്രിസ്മസിനെ കുറിച്ചുള്ള നല്ലൊരു കുറിപ്പ് തയ്യാറാക്കണം. മൂന്നാമതായി നിങ്ങൾ ചെയ്യേണ്ട പ്രവർത്തനം കുറിപ്പ് തയ്യാറാക്കാം. ക്രിസ്മസ് അവധിക്ക് നമ്മളെല്ലാവരും പല സ്ഥലങ്ങളിലും പോവാറുണ്ട്. ചിലർ ബന്ധുവീടുകളിൽ പോകുന്നു, ചിലർ വിനോദയാത്ര പോകുന്നു. നിങ്ങളെല്ലാവരും പല സ്ഥലങ്ങളിലും പോവാറില്ലേ? എങ്കിൽ നിങ്ങൾ പോയ ഏതെങ്കിലും ഒരു യാത്രയെക്കുറിച്ച് ഒരു യാത്രാ വിവരണം തയ്യാറാക്കണം. നാലാമതായിട്ട് ചെയ്യാൻ പോകുന്ന പ്രവർത്തനം യാത്രാ വിവരണം തയ്യാറാക്കാം. യാത്രാ വിവരണം തയ്യാറാക്കുമ്പോൾ നാം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? നമ്മൾ പോവേണ്ട സ്ഥലത്തെക്കുറിച്ച് അതിലുണ്ടായിരിക്കണം. നമ്മൾ ആരെ കൂടെയാണ് പോകുന്നത്, എങ്ങനെയാണ് പോകുന്നത്, ഇനി എവിടേക്കാണ് പോകുന്നത്, ഈ വക കാര്യങ്ങളെല്ലാം കുറിപ്പിലുണ്ടായിരിക്കണം. പിന്നീട് നിങ്ങൾ യാത്ര ചെയ്ത് അവിടെ എത്തിയിട്ട് അവിടെ കണ്ട കാഴ്ചകളെക്കുറിച്ചും മറ്റും വിശദമായി എഴുതണം. ഇതെല്ലാം ഉൾപ്പെടുത്തി നല്ലൊരു യാത്രാക്കുറിപ്പ് തയ്യാറാക്കണം. ഇനി നമുക്ക് ആശംസാ കാർഡ് തയ്യാറാക്കിയാലോ?
നിങ്ങൾക്കെല്ലാവർക്കും ആശംസാ കാർഡ് തയ്യാറാക്കാൻ ഇഷ്ടമല്ലേ? അമ്മുക്കുട്ടിയുടെ പിറന്നാളിന് നമ്മളെല്ലാവരും ആശംസാ കാർഡ് തയ്യാറാക്കി. എങ്കിൽ ക്രിസ്മസിന് നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ആശംസകൾ അറിയിച്ചു കൊണ്ടുള്ള ഒരു കാർഡാണ് ഇവിടെ തയ്യാറാക്കേണ്ടത്. അതിന് പാഴ്വസ്തുക്കൾ ഉപയോഗിക്കാം, അതുപോലെ മറ്റ് വേസ്റ്റ് മെറ്റീരിയലുകൾ ഉപയോഗിച്ചുകൊണ്ട് നല്ലൊരു ആശംസാ കാർഡ് തയ്യാറാക്കണം. അവസാനമായി നമുക്ക് ചെയ്യാനുള്ളത് ക്രിസ്മസ് പതിപ്പ് നിർമ്മിക്കാം. ക്രിസ്മസുമായി ബന്ധപ്പെട്ട കഥകൾ, പാട്ടുകൾ, അതുപോലെ ചിത്രങ്ങൾ ഇവയെല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഒരു പതിപ്പ് നിർമ്മിക്കണം. എല്ലാവർക്കും പത്രങ്ങളിൽ നിന്നും മറ്റു മാസികകളിൽ നിന്നും ധാരാളം ചിത്രങ്ങളൊക്കെ കിട്ടില്ലേ? അതെല്ലാം വെട്ടിയെടുത്ത് നിങ്ങൾ നല്ലൊരു പതിപ്പ് തയ്യാറാക്കണം. എല്ലാ പ്രവർത്തനങ്ങളും വളരെ നല്ല രീതിയിൽ ചെയ്ത് ടീച്ചർക്ക് അയച്ചു തരണം.